എല്ലാവർക്കും കഥകൾ ഇഷ്ടമായെങ്കിൽ ഇനിയും നിങ്ങളിലേക്ക് കഥകൾ എത്തണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കഥയിലേക്ക്. ആര്യൻ എന്നോടൊന്നും ചോദിക്കാനില്ലേ ആര്യന്? ഇവൾക്കിതെന്തിൻ്റെ സൂക്കേടാണോ? എങ്ങനെയെങ്കിലും കൃഷ്ണയെ വളയ്ക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവളെല്ലാം കുളമാക്കുമല്ലോ. നാശം. ആര്യൻ ഏത് സിറ്റുവേഷനിലാണ് കൃഷ്ണേച്ചിയെ വിവാഹം ചെയ്തതെന്ന് എനിക്കറിയാം. ആദ്യം കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. നെഞ്ചൊക്കെ വിങ്ങുന്ന പോലെ ഓടി വന്ന് ചേച്ചിയോട് പറഞ്ഞാലോ, എനിക്ക് തന്നേക്കാമോ ആര്യനെ എന്ന് പറയുമ്പോൾ അവൾ മുഖം തുടയ്ക്കുന്നുണ്ട്, സ്വരം ഇടറുന്നുണ്ട്. ഈശ്വര, ഇവൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓടിയാലോ? കൃഷ്ണയെ പോയ വഴിയെ നോക്കി ആര്യൻ. പിന്നെ എനിക്ക് തോന്നി വിധിച്ചത് കൃഷ്ണേച്ചിക്കാണെന്ന്. കാരണം ആര്യൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല, എന്നെ എന്നല്ല ആരെയും. അതല്ലേ സത്യം. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിന്നുപോയി ആര്യൻ എല്ലാം തമാശയായിരുന്നു, വെറും ഫ്ലർട്ടിങ്, അത്രയേ ഉള്ളൂ അല്ലേ? മാളു അങ്ങനെയല്ല, എനിക്കിഷ്ടമായിരുന്നു സത്യം. പക്ഷേ ആ സമയത്ത് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ കൃഷ്ണയെ കല്യാണം കഴിക്കേണ്ടി വന്നു, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടല്ല. അവൻ വളരെ നിഷ്കളങ്കനായി പറഞ്ഞതും മാളു അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആര്യന് കൃഷ്ണേച്ചി ഇഷ്ടമില്ലേ? അത് അങ്ങനെയൊന്നുമില്ല. തൻ്റെ സ്വഭാവം വെച്ച് ആ പാപത്തിനെ എങ്ങനെ കരയിച്ചാൽ ആര്യ, നീ ഈ മാളുവിൻ്റെ വേറെ മുഖം കാണും കേട്ടോ. അവളുടെ സ്വരത്തിൽ പോലും മാറ്റം വന്നിരിക്കുന്നു. കൃഷ്ണേച്ചി ഒരു പാവമാ. ഇനി താൻ എന്നെ എന്നല്ല പഴയ ഒരു കാമുകയും ഓർക്കണ്ട കേട്ടല്ലോ. അറിയാതെ തലയനക്കിക്കൊണ്ട് നിന്നതും അവൾ ബലമായി കയ്യിലേക്കൊരു പൊതി വെച്ച് തന്നിരുന്നു. എനിക്കായി ആര്യൻ തന്ന ഗിഫ്റ്റുകളാണ്, എറിഞ്ഞു കളഞ്ഞേക്ക് പറയുകയും അവൾ പിന്തിരിഞ്ഞ് നടന്നു പോകുന്നത് നോക്കി നിന്നു ആര്യൻ. പിന്നെ ആ പൊതിയും കയ്യിൽ പിടിച്ച് അങ്ങനെ നിന്നുപോയി. നടന്നു ചെല്ലുമ്പോൾ ഒരു റബ്ബർ വെട്ടുന്ന ചേട്ടനുമായി ഒച്ചത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കൃഷ്ണ. എൻ്റെ കയ്യിലെ പൊതിയിലേക്കൊന്ന് നോക്കിയിട്ട് മുമ്പേ നടന്നു. ഞാൻ പുറകെയും. സ്കൂട്ടർ നിർത്തിയതും കണ്ടു മുണ്ടും മടക്കി കുത്തി ഒരു വശപ്പിശക്ക നോട്ടത്തോടെ അടുത്തേക്ക് വരുന്ന സച്ചിയേട്ടനെ. ഇങ്ങനെ ഇതെപ്പോൾ കെട്ടിയെടുത്തു? വല്ലോ ആവശ്യമുണ്ടോ എനിക്കിട്ട് പണിയാൻ? അല്ലാതെന്തിന്? ആതിരേച്ചിയുടെ കൂടെ വിശേഷം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അകത്തേക്ക് പോയി. സ്കൂട്ടറിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന കവർ എടുത്ത് അങ്ങേരെ നോക്കാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ബനിയൻ്റെ കോളറിൽ പിടിച്ച് പുറകോട്ടൊരു വലി. എന്താണ് കുഞ്ഞളിയ ഒരു കള്ള ലക്ഷണം? എൻ്റെ ഇരുതോളിൽ കൈ പിടിച്ച് ആകെ മൊത്തം നോക്കിയാണ് ചോദ്യം. എന്ത്? അത് സച്ചിയേട്ടൻ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടാ ആണോ? താടി ഒഴിഞ്ഞുകൊണ്ടാണ് ചോദ്യം. അങ്ങേരെ കാലെ പിടിച്ച് വലിച്ച് നിലത്തിടാൻ തോന്നുന്ന എൻ്റെ മനസ്സിനെ ശകാരിച്ച് നിർത്തി ഞാൻ. എങ്ങനെയുണ്ടായിരുന്നു 4ാം വിരുന്ന്? അടിച്ചു പൊളിച്ചോ കുഞ്ഞളിയ? പിന്നെ പൊളിച്ചു. സച്ചിയേട്ടൻ്റെ പിടുത്തം വിടിയിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങേർക്കിത് എന്തിൻ്റെ സൂക്കേടാ? പല്ല് കളിച്ച് അമർത്തി ഒന്നും അറിയാത്ത പോലെ സച്ചിയേട്ടൻ്റെ വയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് ഒന്ന് കുണുങ്ങിത്തുള്ളി അകത്തേക്ക് പോയിരുന്നു ആര്യൻ. ഇവൻ ഇത്രയ്ക്ക് വളർന്നോ? എളിയ കൈകുത്തി നിന്ന് ആലോചിച്ച് സച്ചിയും. കൃഷ്ണ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കൈവിരലുകൾ കോർത്ത് സോഫയിലിരിക്കുന്ന ആനന്ദും വേണിയുമാണ് കാണുന്നത്. വേണി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുവാണ്. ടി വിയിലാണ് മിഴികൾ. കുറച്ചു മാറി അമ്മയും ഇരിക്കുന്നുണ്ട്. അവളെ കണ്ടതും ആനന്ദ് കൈവിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും വേണി അവിടെ തന്നെ ഇരുന്നു കളഞ്ഞു. ഓ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു വിരുന്നൊക്കെ? പറയുമ്പോൾ അനിതയുടെ മിഴികൾ പോയത് അവളുടെ കൈകളിലേക്കായിരുന്നു. ഓ ഒന്നുമില്ലേ? അതെന്താ, വിരുന്നിന് പോന്നിട്ട് അമ്മയും അമ്മാവനും ഒന്നും നൽകി വിട്ടില്ലേ? അത് കൊള്ളാമല്ലോ. അനിത ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നതും കൃഷ്ണ മുറിയിലേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു കളഞ്ഞു. എനിക്ക് തരേണ്ടതൊക്കെ തന്നിട്ട് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്. എനിക്ക് നല്ലൊരു വിദ്യാഭ്യാസവും ജോലിയുമുണ്ട്. അതുപോരെ അമ്മേ? ഒരു പെണ്ണിന് വേണ്ടതും അത് തന്നെയാണ്. കൃഷ്ണ നെഞ്ചി കൈ കെട്ടി നിന്ന് ചോദിച്ചതും അവരൊന്ന് പതറിപ്പോയി. ഓഹോ, നീ ഇപ്പോൾ കണക്ക് പറയുവാണോ പെണ്ണെ? കൊള്ളാമല്ലോ. ജോലി ഉള്ളതിൻ്റെയും സ്വന്തമായി സമ്പാദിക്കുന്നതിൻ്റെയും ഹുങ്കായിരിക്കും അല്ലേ? അമ്മേ, എന്തൊക്കെയായി പറയുന്നേ? ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കരുത്. നീ മിണ്ടാതിരിക്കാനെന്തേ? നീ നിൻ്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ പഴയ ബന്ധം പുതുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ.
വിരുന്ന് കഴിഞ്ഞു വരുമ്പോൾ ചെയ്യേണ്ടതായ ഒരു മാന്യതയില്ലേ? അതിപ്പോൾ നിന്റെ ഭാര്യയിൽ നിന്നോ ഒന്നും കിട്ടുന്നില്ല. അമ്മയുടെ വാക്കുകൾ ആനന്ദിനെ ചൊടിപ്പിച്ചുവെങ്കിലും മറുത്തൊന്നും പറയാതെ നിന്നു. വേണിയുടെ കൈകൾ ദേഷ്യത്താൽ മുറുകുന്നത് അറിയുന്നുണ്ടായിരുന്നവൻ. അമ്മ ഇപ്പോൾ പറഞ്ഞ വാക്ക് എൻ്റെ ഭർത്താവായ ആരിൻ്റെ ചേട്ടൻ എന്ന ബന്ധമല്ലാതെ മറ്റൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. പിന്നെ ബന്ധം പുതുക്കാൻ അങ്ങനെയൊന്നും ഉണ്ടെങ്കിലല്ലേ? ചതിക്കുന്നവരെ മറക്കുന്നവളല്ലേ കൃഷ്ണ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണമല്ല നടന്നത്. ആദ്യമൊക്കെ സങ്കടവും നഷ്ടബോധവും ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴില്ല. എനിക്ക് കിട്ടിയ ഈ ബന്ധത്തിൽ ഞാൻ സന്തോഷവതിയാണ്. പറയുമ്പോൾ മിഴികൾ പോയത് തൻ്റെ നേരെ നോക്കി അതിശയമെന്നോണം നിൽക്കുന്ന ആനന്ദിനെയും വേണിയെയുമാണ്. കൃഷ്ണയുടെ ഓരോ വാക്കുകളും തൻ്റെ നെഞ്ചിലാണ് പതിക്കുന്നതെന്ന് വേണി അറിഞ്ഞു. വല്ലാത്തൊരു അമർഷത്തോടെ പല്ല് ഇരുമി നിന്നവൾ. കൃഷ്ണ പറയുന്നതെല്ലാം കേട്ട് അന്തിച്ചു നിൽക്കുന്ന ആര്യൻ്റെ കൈ പിടിച്ചു വലിച്ചു സച്ചി. നീ എന്തു മായയാടാ കാണിച്ചത്? ഇത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറി ചിന്തിക്കാൻ മാത്രം. എന്തായാലും മിടുക്കിയ അമ്മയുടെ വായടച്ച് കളഞ്ഞല്ലോ. അതൊക്കെയുണ്ട്. പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അവൻ ഏറുകണ്ണിട്ട് നോക്കി പറഞ്ഞതും സച്ചി അതിശയത്തോടെ നോക്കി. അതെന്ത് കളി? അതിനുത്തരമായി ഒറ്റ കണ്ണിറുക്കി കാണിച്ചു അവൻ. കൊള്ളാവല്ലോ പെണ്ണെ, നീ ഇത്രയൊക്കെ പറയുമോ? നീ രക്ഷപ്പെട്ടു നന്ദ. ഇത്രയും നാക്കുള്ളൊരൊത്തിയെ കെട്ടേണ്ടി വന്നില്ലല്ലോ. എന്നാലും ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നീ ചെന്ന് പെട്ടല്ലോ എന്നോർക്കുമ്പോഴാണ്. അമ്മ എന്തായി പറയുന്നേ? എൻ്റെ എന്തു വിധി? കൃഷ്ണ എൻ്റെ ഭാഗ്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. പിന്നെ കൃഷ്ണ പറഞ്ഞതിൽ തെറ്റെന്താണുള്ളത്? ഒരിക്കൽ പോലും തന്നെ എതിർത്ത് പറയാത്തവൻ പെട്ടെന്ന് അവൾ ന്യായീകരിച്ച് പറഞ്ഞതും പകപ്പോടെ നോക്കിയവർ. അവൻ്റെ ആ മാറ്റം അവിടെ നിന്ന് ഓരോരുത്തരും ഉണ്ടായി ഞെട്ടൽ. ഓഹോ, നീയും ഇപ്പോൾ ഇവളുടെ വശത്തായി അമ്മയെ എതിർക്കുക അല്ലേ? അതല്ല അമ്മ. എന്തിനാ കൃഷ്ണയോട് അങ്ങനെ സംസാരിച്ചത്? അതുകൊണ്ടല്ലേ അവൾ തിരിച്ചു പറഞ്ഞത് ഇവിടെ തെറ്റ് അമ്മയുടെയാണ്. കൊള്ളാം. എൻ്റെ സാരത്തുമ്പിൽ നിന്ന് മാറാതെ നടന്നിരുന്നവനാ. 2 ദിവസം അവളുടെ ചൂട് പറ്റിയപ്പോൾ അമ്മയെ വേണ്ട. ഇഷ്ടമില്ലാതെ നടത്തിയ കല്യാണമായിരുന്നില്ലടാ ഇത്. എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ ഒരു മാറ്റം. എന്തു കൂടോത്രമാടി നീ എൻ്റെ കൊച്ചിനെ ചെയ്തേ? അമ്മയുടെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ മാറിയതും കൃഷ്ണയെ ദേഷ്യം നിറഞ്ഞു. ആര്യൻ എന്തുകൊണ്ടോ ആദ്യമായി അമ്മയോട് ഇഷ്ടക്കേട് തോന്നി. അമ്മ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയരുത്. കൃഷ്ണ ഇപ്പോൾ എൻ്റെ ഭാര്യയല്ലേ. എനിക്കിഷ്ടമില്ല ഇങ്ങനെയൊന്നും പറയുന്നത്. ചതി ചെയ്തത് നന്ദേട്ടനാ. ഞാനും കൂട്ടുനിന്നു. ആ സമയത്ത് എനിക്കും വേറെ മാർഗമില്ലായിരുന്നു. അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ് കൃഷ്ണയെ താലി കെട്ടിയതെന്ന് വെച്ച് എന്നും അങ്ങനെയാണെന്നുണ്ടോ? എനിക്കും കൃഷ്ണയ്ക്കും മാറ്റങ്ങൾ വരില്ലേ? അതോ എന്നും രണ്ടായി ജീവിച്ചാൽ മതിയോ? അതാണോ അമ്മ ആഗ്രഹിക്കുന്നത്? കൊള്ളാം മോനെ, നിന്നെ ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയെന്നാണ് നിൻ്റെ അച്ഛൻ പറഞ്ഞത്. എന്നോടൊരു വാക്ക് പോലും എതിർത്ത് പറയാതിരുന്നവനാ. ഇത്രയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ഭാര്യ വന്നാൽ പിന്നെ അമ്മ പുറംകൊള്ളി അല്ലേ? എനിക്കിത് വരണം. അവർ കരഞ്ഞുകൊണ്ട് നെഞ്ചിലടിച്ചു. അപ്പോഴെല്ലാം ആനന്ദിലും സച്ചിയിലുമൊക്കെ അതിശയമായിരുന്നു അവൻ്റെ മാറ്റം, നല്ല പക്വമായ സ്വഭാവം. ഇതെങ്ങനെ? എന്നാൽ ആ സമയം അവനിലുണ്ടായ മാറ്റത്തെ അവൻ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എടി, ഇതൊക്കെ നിൻ്റെ അനിയൻ്റെ അഭിനയമായിരിക്കുമോ? സച്ചിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. ഒരാളെ നന്നാക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ. നന്നായാൽ അവന് കൊള്ളാം. എന്നാലും താടിക്ക് കൈ കൊടുത്ത് നോക്കിയത് ആര്യനെയാണ്. അമ്മയുടെ മുമ്പിൽ കൃഷ്ണയ്ക്കൊരു മറയായി നിൽക്കുകയാണവൻ. അനിത മുഖം തുടച്ചുകൊണ്ട് കൃഷ്ണയെ നോക്കി. അപ്പോഴും അവൻ പറഞ്ഞ വാക്കിൻ്റെ പകപ്പിലായിരുന്നു അവളും. ആദ്യമായാണ് ആര്യനിങ്ങനെ. ഒരാഴ്ചയാകുന്നു കല്യാണം കഴിഞ്ഞിട്ട്. ആര്യൻ ഇതുപോലെ ചേർത്ത് പിടിക്കൽ ഇതാദ്യമാണ്. ആര്യൻ്റെ ആ തുറന്നുള്ള സംസാരം അവൾക്ക് അത്രയും ദിവസം അനുഭവിച്ച വീർപ്പുമുട്ടലിനൊരു ആശ്വാസം കിട്ടിയതുപോലെയായിരുന്നു. കൃഷ്ണയുടെ മിഴികൾ നിറഞ്ഞു. അമ്മയോട് അങ്ങനെയൊക്കെ പറയുമ്പോഴും പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ആര്യനിൽ. ജയിച്ചു നിൽക്കാൻ പറഞ്ഞുവെന്ന് മാത്രം. അതൊരിക്കലും ഇവിടുത്തെ അമ്മയെ വിഷമിപ്പിക്കാനുമല്ല. പലപ്പോഴും വിചാരിച്ചത് ആര്യനുമായി ചേർന്ന് പോകാൻ പാടാകുമെന്നാണ്. എന്നാൽ ആര്യനൊരു തെറ്റല്ല, തൻ്റെ ശരിയായി മാറുവാണെന്ന് ഈ നിമിഷം തിരിച്ചറിയുമായിരുന്നു കൃഷ്ണ. അവനെ തന്നെ നോക്കി നിൽക്കെ കൃഷ്ണയുടെ ഹൃദയം ആദ്യമായി അവനിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു. അവനെ മാത്രം ആഗ്രഹിച്ചു പോകുന്നു. എന്താ ഇവിടെ ബഹളം? ഗോപൻ അകത്തേക്ക് വന്നതേ അനിത മുഖം കടുപ്പിച്ച് കൃഷ്ണയെ നോക്കി.
ഇവർ വന്നു കയറിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയൊന്നും തന്നു വിട്ടില്ലേ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിനിവള് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഭാര്യയുടെ വശം ചേർന്ന് ഇവനും. അവർ ഒരു ഏങ്ങലടിയോടെ പറഞ്ഞതും കയ്യിലിരുന്ന കൂട് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഗോപൻ. കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമാകുന്നു. ഇതുവരെയായിട്ട് ഞാൻ നിന്നെ തല്ലിയിട്ടില്ല, അറിയാലോ. അതിനവസരം നീയായിട്ട് ഉണ്ടാക്കി വെക്കരുത് അനിത. ഞാനെന്ത് ചെയ്തു വന്നാ? അനിതേ, ഇനി സംസാരം വേണ്ട. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ച് നോക്കൂ, നീ എന്താ പറഞ്ഞതെന്നും ചെയ്തതെന്നും. അയാൾ ദേഷ്യത്താൽ അവരെ രൂക്ഷമായി നോക്കി. അയാളുടെ നോട്ടത്തിൽ അവിടുന്ന് ഓരോരുത്തരായി ഒഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ആദ്യം അവൻ്റെ മുറിയിലേക്ക് പോയത് ആര്യനായിരുന്നു, പുറകെ കൃഷ്ണയും. ആര്യൻ സോറി. അവൻ്റെ ഇരു കൈകളെ പിടിച്ചു നിർത്തിയവൾ പറഞ്ഞത് അവൻ്റെ ഹൃദയം ഒന്ന് കുതിച്ചു ചാടി. എന്തിന്? അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അറിയാം എനിക്ക്. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ. ഏയ്, അല്ലെങ്കിലും അച്ഛൻ പറയുന്ന പോലെ അമ്മയ്ക്ക് കുറച്ച് നാക്ക് കൂടുതലാണ്. അവൻ ചിരിച്ചു, കൂടെ അവളും. പിന്നെ 2 പേരിലും മൗനം തളം കെട്ടി നിന്നു. കൃഷ്ണയ്ക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നുമുണ്ട്. പക്ഷേ ഒരു തുടക്കം കിട്ടാതെ നിന്നുപോയി അവളും. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. തോർത്തെടുത്തവൻ തിരിഞ്ഞതേ അവൻ്റെ കൈത്തണ്ടി ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർന്ന് നിന്നവൾ തല അവൻ്റെ തോളിൽ ചായച്ചു വെച്ചു. ഹൃദയം ഇടിച്ച് താഴേക്ക് പോകുമോ എന്ന് തോന്നുമാറ് ശ്വാസം പിടിച്ച് നിന്നുപോയി ആര്യൻ. നന്ദി, എന്നെ മനസ്സിലാക്കിയതിന്, കൂടെ നിന്നതിന്. അവൾ അങ്ങനെ ചേർന്ന് നിന്നതും അവൾ തലയിൽ താടി മുട്ടിച്ച് അവൻ നിന്നുപോയി. അപ്പോഴും പേരറിയാത്തൊരു വികാരം തള്ളിച്ച് 2 പേരും അങ്ങനെ നിന്നു. തുടരും. കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.